എല്ലാവർക്കും മെഷീൻ ടൂൾസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് 2 മൊഡ്യൂളുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മളിന്ന് തുടങ്ങാൻ പോകുന്നത് തേർഡ് മൊഡ്യൂളിലെ ടോപ്പിക്സാണ്. ഇപ്പോൾ നമുക്ക് തേർഡ് മൊഡ്യൂളിൽ 2 ചാപ്റ്റർ പോലെ അല്ലെങ്കിൽ 2 പ്രധാനപ്പെട്ട ടോപ്പിക്സാണ് വരുന്നത്. ഒന്ന് മില്ലിങ്ങും രണ്ടാമത്തെ ടോപ്പിക്ക് ഗ്രൈൻഡിങ്ങുമാണ്. ഇപ്പോൾ മില്ലിങ് നമുക്കറിയാം ഒരു മെഷീനിങ് ഓപ്പറേഷനാണ്. അതുപോലെ ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മെഷീനിങ് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്ന ഒരു ഫിനിഷിംഗ് ഓപ്പറേഷൻ പോലത്തേക്കൊരു ടൈപ്പ് ഓഫ് ഓപ്പറേഷനാണ് ഗ്രൈൻഡിങ്. സോ നമ്മുടെ സിലബസ് പോയിൻ്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞ പോലെ 2 ടോപ്പിക്സ്, ഒന്ന് മില്ലിങ്ങിൻ്റെ ഒരു ഏരിയയും രണ്ടാമത്തത് ഗ്രൈൻഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഭാഗങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന മില്ലിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു മില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മെഷീനിങ് ഓപ്പറേഷനാണ്. സോ നമുക്ക് അതിൻ്റെ ആദ്യം ബേസിക്സ് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിലൊക്കെ ഡ്രില്ലിങ്ങിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഷേപ്പർ, നമ്മുടെ സ്ലോട്ടർ, പ്ലെയിനിങ് മെഷീൻസ്, അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലത്തെ മറ്റൊരു തരത്തിലുള്ള ഒരു മെഷീനിങ് ഓപ്പറേഷനാണ് മില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു മില്ലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് താഴെയുള്ള ഈ സ്ക്രീനിൽ കാണുന്ന താഴെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്ന പോലെ ഒരു മില്ലിംഗ് കട്ടർ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതുപോലത്തെ ഒരു ഷേപ്പിലുള്ള മില്ലിംഗ് കട്ടർ ഉണ്ടായിരിക്കും. അതാണ് നമ്മുടെ മില്ലിങ്ങിൽ ഉപയോഗിക്കുന്ന ടൂൾ. ഇപ്പോൾ മില്ലിംഗ് കട്ടറാണ് നമ്മുടെ മില്ലിങ്ങിൽ ഉപയോഗിക്കുന്ന ടൂളിൻ്റെ പേര്. താഴെ നിങ്ങൾക്ക് ഇവിടെ വർക്ക് പീസ് കാണുന്നുണ്ടായിരിക്കും. ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഒരു ഫിക്സഡ് ആക്സിസിൽ കിടന്നിട്ട് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ആക്സിസിൽ വെച്ചിട്ട് ഈ മില്ലിംഗ് കട്ടർ ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്യും. ആ സമയത്ത് നമ്മൾ താഴെ കൂടെ ആ മില്ലിംഗ് കട്ടറിൻ്റെ കട്ടിംഗ് ടീത്തുകളുടെ സർഫസിലൂടെ അല്ലെങ്കിൽ കട്ടിംഗ് ടീത്ത് നമ്മുടെ വർക്ക് പീസിൻ്റെ സർഫസിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് ഇതേപോലെ മെറ്റീരിയൽ റിമൂവ് ആവുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും ഡെപ്ത് ഓഫ് കട്ട് കാണിച്ചിട്ടുണ്ട്. സോ ഈ മില്ലിംഗ് കട്ടർ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വർക്ക് പീസ് എന്ത് ചെയ്യും, നമ്മളിവിടുന്ന് ഈ ഡയറക്ഷനിലോ അല്ലെങ്കിൽ ആ ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മില്ലിംഗ് കട്ടറിൻ്റെ കട്ടിങ് എഡ്ജസ് എന്ത് ചെയ്യും, വർക്ക് പീസിൻ്റെ സർഫസിൽ നിന്നും മെറ്റീരിയലിനെ റിമൂവ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു മെഷീനിങ് ഓപ്പറേഷനാണ് മില്ലിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഒരു ബേസ് എന്താണെന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കാം. നമ്മുടെ പോയിൻറ്റ്സ് പറഞ്ഞ് നോക്കാം. മില്ലിംഗ് ഈസ് എ മെഷീനിങ് പ്രോസസ് വേർ എ റൊട്ടേറ്റിംഗ് കട്ടർ, നമ്മൾ പറഞ്ഞ റൊട്ടേറ്റിംഗ് കട്ടർ ഇവിടെ കാണുന്നുണ്ടായിരിക്കും, റിമൂവ്സ് മെറ്റീരിയൽ ഫ്രം എ വർക്ക് പീസ്, ഒരു വർക്ക് പീസിൻ്റെ മേലെ നിന്ന് മെറ്റീരിയലിനെ റിമൂവ് ചെയ്യുന്നു. ദ കട്ടർ റൊട്ടേറ്റ്സ് അറ്റ് ഹൈ സ്പീഡ്, അപ്പോൾ ഈ കട്ടർ ഹൈ സ്പീഡിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ആൻഡ് ദ വർക്ക് പീസ് മൂവ്സ് അഗെയിൻസ്റ്റ് ഇറ്റ് ടു ക്രിയേറ്റ് ദ ഡിസൈഡ് ഷേപ്പ്, അപ്പോൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ വർക്ക് പീസിന് മൂവ് ചെയ്യിക്കുമ്പോൾ എന്ത് ചെയ്യും, അവിടെ കട്ടിങ് ആക്ഷൻ നടക്കുകയും അതുപോലെ മെഷീനിങ് ഓപ്പറേഷൻ സാധ്യമാവുകയും ചെയ്യും. മില്ലിംഗ് ഈസ് വൈഡ്ലി യൂസ്ഡ് ടു മെഷീൻ ഫ്ലാറ്റ് ആൻഡ് ഇറഗുലർ സർഫസസ്, ഗ്രൂവ്സ് ആൻഡ് സ്ലോട്ട്സ്. ഇപ്പോൾ നമ്മൾ സാധാരണ പോലെ ഷേപ്പറിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഗ്രൂവ്സ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ സ്ലോട്ട്സ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇറഗുലർ സർഫസോ അല്ലെങ്കിൽ ഫ്ലാറ്റ് സർഫസോ ഒക്കെ നമ്മൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മെഷീനിങ് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണയായിട്ട് മില്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മില്ലിങ്ങിനെ കുറിച്ച് നമ്മളൊരു ബേസിക് ഐഡിയ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ ചിലപ്പോൾ 1 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ എന്തെങ്കിലും നമുക്ക് മില്ലിങ്ങിനെ കുറിച്ചൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ് മില്ലിംഗ് ചോദിക്കാം, അല്ലെങ്കിൽ മില്ലിങ്ങിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ നമുക്ക് 1 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് മില്ലിങ്ങിനെ കുറിച്ച് ഒന്നും കൂടി മനസ്സിലാക്കാൻ ഇവിടെ ഒരു മില്ലിംഗ് മെഷീൻ്റെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഷേപ്പറോ അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള കഴിഞ്ഞ മൊഡ്യൂളുകൾ പഠിച്ചിട്ടുള്ള പ്ലെയിനറും അതുപോലെ തന്നെ സ്ലോട്ടറൊക്കെ ഉണ്ട്, അതുപോലെ ഡ്രില്ലിംഗ് മെഷീൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ നമുക്ക് സാധാരണ അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വരിക. അതായത് ഈ ബേസ് എന്ന് പറയുന്ന ഭാഗം കോമൺ ആണ്, പിന്നെ ഒരു വെർട്ടിക്കൽ കോളം വരും, പിന്നെ ഇവിടെ കാണുന്നൊരു ഇങ്ങോട്ട് പറയുന്ന പേര് ഇവിടെ ഇതിന് ഓവറാം എന്നാണ് പറയാം. അപ്പോൾ ഓവറാമിൻ്റെ അവിടുന്ന് പിന്നെ ആർബർ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി സാധാരണ പോലെ നമുക്കറിയാവുന്ന പോലെയുള്ള നമ്മുടെ വർക്ക് പീസ് ഹോൾഡ് ചെയ്യുന്ന വർക്ക് ടേബിൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് നമുക്ക് ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു സെറ്റപ്പാണ് കാണുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ഈ വർക്ക് ടേബിളിനെ ക്രോസ് ആയിട്ടും ലോഞ്ചിറ്റ്യൂഡിലായിട്ടൊക്കെ മൂവ് വയ്ക്കാനുള്ള ക്രോസ് ട്രാൻസ്വേഴ്സ് ഹാൻഡിലൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് മൂവ് വയ്ക്കാനുള്ള ഹാൻഡിലാണ് ഇവിടുന്ന് കാണുന്നുണ്ടായിരിക്കുക. പിന്നെ മേലെ ഒരു വൈസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ കാണുന്ന പോലെ നമ്മുടെ വർക്ക് പീസ് ഈ കാണുന്നതാണ് നമ്മുടെ വർക്ക് പീസ്. ഓക്കെ, ഈ കാണുന്ന നമ്മുടെ വർക്ക് പീസാണ്. അപ്പോൾ ആ വർക്ക് പീസിന് ഹോൾഡ് ചെയ്യാനായിട്ട് നമ്മുടെ വൈസ് യൂസ് അതിൻ്റെ മേലെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു മില്ലിംഗ് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാനുള്ള സ്വിച്ചിൻ്റെ മെക്കാനിസം ഒക്കെ അവിടെ ഉണ്ടായിരിക്കും. പിന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ,
ഇവിടെ കാണുന്ന ഇതാണ് നമ്മുടെ മില്ലിംഗ് കട്ടർ. നമ്മൾ നേരത്തെ കണ്ട പോലെ ആ ഒരു സർക്കുലർ ഷേപ്പുള്ള കട്ടറാണ്. അത് അവിടെ കട്ടിങ് ആക്ഷൻ നടത്തും അല്ലേ. അപ്പോൾ ഈ ഒരു മില്ലിംഗ് മെഷീൻ്റെ ഫ്രണ്ട് വ്യൂ ഇവിടെ കാണുന്നതായിരിക്കും, അതുപോലെ സൈഡ് വ്യൂ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡയറക്ഷൻ നോക്കുന്നുള്ള വ്യൂ ആണ് ഇവിടെ കാണുന്നുണ്ടായിരിക്കുക. സോ ആ മില്ലിംഗ് കട്ടറിൻ്റെ ചെറിയൊരു ഭാഗം ഇവിടെ കാണുന്നുണ്ടായിരിക്കും. നമ്മുടെ വർക്ക് പീസ് കാണുന്നുണ്ടായിരിക്കും. ടേബിളിന് ഉപയോഗിക്കാനുള്ള ഹാൻഡ് വീലുകൾ കാണുന്നുണ്ടായിരിക്കും. അവിടെ വൈസ് കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ എല്ലാം പ്രധാനപ്പെട്ട ഭാഗം തന്നെ, പക്ഷേ നമുക്ക് പരിചയമില്ലാത്തൊരു ഭാഗമാണ് ഇതിൽ വരുന്ന ആർബർ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം. അപ്പോൾ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലായി എന്താണ് ഒരു ആർബറിൻ്റെ ഫംഗ്ഷൻ. ചിന്തിച്ച് നോക്കുക. ഈ ഫിഗറിൽ ഇതാണ് നമ്മുടെ ആർബർ. അതേപോലെ നമ്മുടെ കട്ടിംഗ് ടൂൾ അഥവാ മില്ലിംഗ് കട്ടറാണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റും എന്തായിരിക്കും ആർബറിൻ്റെ ഫംഗ്ഷൻ. അത് നമുക്ക് ഊഹിക്കാൻ പറ്റിയാൽ, ലോജിക്കലി ചിന്തിക്കാൻ പറ്റിയാൽ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. അതായത് നമ്മളെ മില്ലിംഗ് കട്ടറിനെ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു പോർഷനാണ്, അല്ലെങ്കിൽ ഒരു മെഷീൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ആർബർ എന്ന് പറഞ്ഞാൽ. നമ്മുടെ കട്ടിംഗ് ടൂൾ അഥവാ നമ്മുടെ മില്ലിംഗ് കട്ടർ ഹോൾഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് ആർബർ എന്ന് പറയുന്നത്. അപ്പോൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ നമുക്ക് സ്ഥിരമായി ചോദിക്കുന്നതാണ്. ചിലപ്പോൾ 3 മാർക്കിനും ചോദിക്കും, അല്ലെങ്കിൽ 1 മാർക്കിനും ചോദിക്കും എന്താണ് ആർബറിൻ്റെ ഫംഗ്ഷൻ. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആർബറിൻ്റെ ഫംഗ്ഷൻ തരും, അത് ഏത് പാർട്ടാണെന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവണം എന്താണ് ആർബർ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഭാഗമാണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ ടൂള് മില്ലിംഗ് കട്ടർ ഹോൾഡ് ചെയ്യുന്ന ഭാഗമാണ്. പിന്നെ സാധാരണ പോലെ നമുക്ക് ഒരു ഷേപ്പ് നമ്മുടെ ഡ്രില്ലിംഗ് മെഷീൻസൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കോമൺ ആയിട്ടുള്ളതിൻ്റെ ഭാഗങ്ങളൊക്കെ അറിയാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേസിനെ കുറിച്ചും നമ്മുടെ ഈ വെർട്ടിക്കൽ കോളത്തിനെ കുറിച്ചും, അതുപോലെ ഇതിലിപ്പോൾ അഡീഷണൽ വരുന്നപ്പോൾ ഈ ഒരു ഓവറാം എന്ന് പറയുന്ന ഭാഗം, അതുപോലെ ഈ ഒരു ആർബർ ബ്രാക്കറ്റാണ്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എന്തായിരിക്കും, നമ്മുടെ ഈ ഒരു സ്പിൻഡിൽ അഥവാ അതിൻ്റെ സ്പിൻഡിലിൻ്റെ മേലുള്ള ആർബറിന് ഫിക്സ് ചെയ്യാനുള്ള സെറ്റപ്പാണ് ഈ ഒരു ആർബർ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ അതുപോലെ കട്ടിംഗ് ടൂള്, പിന്നെ നമ്മുടെ സാധാരണ നമ്മുടെ ബെഞ്ച് വൈസ് പോലത്തെ വൈസ് ഉണ്ടായിരിക്കും. നമുക്ക് ക്രോസ് വൈസിൽ മൂവ് ചെയ്യാനുള്ള ടേബിളുണ്ട്. പിന്നെ നമുക്ക് ടേബിളിന് അപ്പ് ആൻഡ് ഡൗൺ ഡയറക്ഷൻ മൂവ്മെൻറ്റ് കൊടുക്കാനുള്ള വെർട്ടിക്കൽ ട്രാവേഴ്സ് ഹാൻഡിലുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് അതിൻ്റെ വർക്കിംഗ് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കോമൺ മില്ലിംഗ് മെഷീൻ്റെ ഒരു ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും ഒരു മില്ലിംഗ് മെഷീൻ, കോമൺ ആയിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ ടൈപ്പ് മില്ലിംഗ് മെഷീനൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ മില്ലിംഗ് മെഷീനിൽ ഇതേപോലെ നമ്മൾ ഇതുപോലത്തെ കട്ടറൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ടൈപ്പ് കട്ടർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ സ്ലോട്ടുകളൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന വലിയ പീസ് നമ്മുടെ വർക്ക് പീസാണ്. അപ്പോൾ നമുക്ക് അതിന് ആ ഡയറക്ഷനിലേക്ക് മൂവ് കൊടുക്കുമ്പോൾ എന്തായിരിക്കും, നമ്മൾ ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ കട്ടിങ് ആക്ഷൻ ആയിരിക്കും നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ മില്ലിങ്ങിൻ്റെ ഒരു ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ മനസ്സിലാക്കി വെക്കുക. അതേപോലെ അവിടെ ഓരോ നമ്മുടെ മില്ലിംഗ് മെഷീനിലെ പ്രധാനപ്പെട്ട പാർട്ടുകളെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, സ്പീഡിലൊന്ന് പറഞ്ഞു പോകാം. ഫസ്റ്റ് വരുന്നത് ബേസാണ്. The base is the bottommost part of the machine and supports the entire milling machine. നമുക്കറിയാം ആ ഒരു എൻ്റയർ മില്ലിംഗ് മെഷീനെ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ബോട്ടം മോസ്റ്റ് പാർട്ടാണ് നമ്മുടെ ബേസ്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് കാസ്റ്റ് അയൺ ടു പ്രൊവൈഡ് സ്റ്റെബിലിറ്റി ആൻഡ് റിജിഡിറ്റി. അപ്പോൾ നമ്മുടെ ആ മെഷീന് ഏറ്റവും സ്റ്റേബിളായിട്ടും അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി കൊടുക്കുവാനും റിജിഡിറ്റി കൊടുക്കുവാനും നമുക്കറിയാം അവിടെ നമ്മൾ കാസ്റ്റ് അയൺ ആയിരിക്കും ബേസ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ കോളം. ദ കോളം ഈസ് മൗണ്ടഡ് ഓൺ ദ ബേസ്. അല്ലെ ബേസിൻ്റെ മേലെയാണ് നമ്മുടെ ആ വെർട്ടിക്കൽ കോളം ഉണ്ടായിരിക്കുക. താഴെ ബേസ് ഉണ്ടാവും, അതിൻ്റെ മേലേക്ക് കോളം ഉണ്ടായിരിക്കും. ആൻഡ് ഈസ് ടിപ്പിക്കലി മെയ്ഡ് ഓഫ് കാസ്റ്റ് അയൺ. അപ്പോൾ നമ്മുടെ ഈ ഒരു കോളവും കാസ്റ്റ് അയൺ കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുക. ഇറ്റ് കണ്ടെയ്ൻസ് ദ മെഷീൻസ് സ്പിൻഡിൽ ആൻഡ് ഗിയർ മെക്കാനിസം. അപ്പോൾ നമ്മുടെ ആ ഒരു വെർട്ടിക്കൽ കോളത്തിനകത്തായിരിക്കും നമ്മുടെ ആ ഒരു സ്പിൻഡിലിൻ്റെ സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഗിയർ മെക്കാനിസം ഒക്കെ ഉണ്ടായിരിക്കുക. മൂന്നാമത്തെ നീ ആണ്, നിങ്ങൾ ആ ഫിഗറിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ദ നീ ഈസ് എ വെർട്ടിക്കലി അഡ്ജസ്റ്റബിൾ പാർട്ട് ദാറ്റ് സിറ്റ്സ് ഓൺ ദ ബേസ് ആൻഡ് സപ്പോർട്ട്സ് ദ വർക്ക് ടേബിൾ. അപ്പോൾ നമ്മുടെ വർക്ക് ടേബിളിന് നമുക്ക് ഒരു വെർട്ടിക്കൽ മൂവ്മെൻറ്റ് കൊടുക്കാനുള്ള, അല്ലെങ്കിൽ ഈ ടേബിളിനെ വെർട്ടിക്കലായി സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഭാഗമാണ് നമ്മുടെ നീ എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് കാണുന്നതായിരിക്കും, ഇതാണ് നീ. വെർട്ടിക്കൽ മൂവ്മെൻറ്റ് കൊടുക്കാനുള്ള ഭാഗമാണ് നീ. അതായത് ഈ ഒരു ഹാൻഡ് വീൽ തിരിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു സ്ക്രൂവിൻ്റെ അറേഞ്ച്മെൻറ്റ് കാണുന്നുണ്ടായിരിക്കും. ഇപ്പോൾ എന്തായിരിക്കും, റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ നമുക്ക് ടേബിളിനെ ടോപ്പ് അപ്പ് ആൻഡ് ഡൗൺ ഡയറക്ഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും. പിന്നെ ഇതിനെക്കുറിച്ച് മനസ്സിലായി. അടുത്ത് സാഡിൽ. ദ സാഡിൽ സിറ്റ്സ് ഓൺ ദ നീ. ഇപ്പോൾ നീൻ്റെ മേലെയാണ് സാഡിൽ ഉണ്ടായിരിക്കുക. ആൻഡ് സപ്പോർട്ട്സ് ടേബിൾ. അപ്പോൾ സാഡിൻ്റെ മേലാണ് ടേബിൾ ഉണ്ടായിരിക്കുക. ഇറ്റ് അലൗസ് ദ ടേബിൾ ടു മൂവ് ഹൊറിസോണ്ടലി. അതായത് നമ്മുടെ ടേബിളിന് ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് കൊടുക്കാനാണ് നമ്മുടെ സാഡിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നീ, ഈ കാണുന്നത് നീയാണ്, അതിൻ്റെ മേലെ വരുന്ന ഭാഗം സാഡിൽ. ആ സാഡിലിൻ്റെ മേലാണ് നമ്മുടെ ആ വൈസ് വരുന്നത്. അപ്പോൾ അടുത്ത് സാഡിൽ കഴിഞ്ഞാൽ ടേബിളാണ്. ദ ടേബിൾ ഈസ്
വേർ ദ വർക്ക് പീസ് ഈസ് ക്ലാമ്പ്ഡ്. ഇപ്പോൾ വർക്ക് പീസിനെ ക്ലാമ്പ് ചെയ്യുന്ന ഭാഗമാണ് ടേബിൾ. ഇറ്റ് ക്യാൻ മൂവ് ഇൻ 3 ഡയറക്ഷൻസ്. നമ്മുടെ ടേബിളിനെ നമുക്ക് 3 ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഒന്ന് ലോഞ്ചിറ്റ്യൂഡലായിട്ടും, ഒന്ന് അതിന് എതിരെ ക്രോസ് വൈസ് ആയിട്ടും, അതുപോലെ വെർട്ടിക്കലായിട്ടും നമുക്ക് ടേബിളിന് മൂവ് ചെയ്യാൻ പറ്റും. അടുത്ത പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ സ്പിൻഡിൽ. സ്പിൻഡിൽ ഈസ് ദ റൊട്ടേറ്റിംഗ് കോമ്പോണൻറ്റ് ഓഫ് ദ മെഷീൻ. അല്ല, നമ്മുടെ മില്ലിംഗ് മെഷീൻ്റെ റൊട്ടേറ്റിംഗ് പാർട്ടാണ് നമ്മുടെ സ്പിൻഡിൽ എന്ന് പറയുന്നത്. ദാറ്റ് ഹോൾഡ്സ് ദ കട്ടിംഗ് ടൂൾ അഥവാ മില്ലിംഗ് കട്ടർ. മില്ലിംഗ് കട്ടറിനെ ഹോൾഡ് ചെയ്യുന്ന ഭാഗമാണ് നമ്മുടെ സ്പിൻഡിൽ, അതുപോലെ റൊട്ടേറ്റിംഗ് പാർട്ടാണ്. പിന്നെ വരുന്നത് ഓവർ ആം. നമ്മൾ കണ്ടു ഓവർ ആം എന്ന് പറഞ്ഞാൽ താഴെ ബേസ്, അതിൻ്റെ മേലെ വെർട്ടിക്കൽ കോളം, ഇവിടുന്ന് ഇങ്ങോട്ട് ഓവർ ആം അല്ലേ. അപ്പോൾ ഓവർ ആം എന്ന് പറഞ്ഞാൽ ദ ഓവർ ആം ഈസ് എ ഹൊറിസോണ്ടൽ ബീം ദാറ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രം ദ കോളം ആൻഡ് സപ്പോർട്ട്സ് ദ ആർബർ. അപ്പോൾ കോളത്തിൽ നിന്നും പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ഹൊറിസോണ്ടൽ ബീമാണ് നമ്മുടെ ഓവർ ആം എന്ന് പറയുന്നത്. ആൻഡ് സപ്പോർട്ട്സ് ദ ആർബർ. ആർബറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഭാഗത്താണ്, ഇവിടെയാണ് ആർബർ ഉണ്ടായിരിക്കുക. അടുത്ത പറയാൻ പോകുന്ന ആർബറാണ്. എന്താണ് ആർബർ? ദ ആർബർ ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ദ സ്പിൻഡിൽ. ഇപ്പോൾ സ്പിൻഡിലിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഭാഗമാണ് ആർബർ എന്ന് പറയുന്നത്. ദാറ്റ് ഹോൾഡ്സ്, പ്രധാനപ്പെട്ട പോയിൻ്റാണ്, ദാറ്റ് ഹോൾഡ്സ് ദ റൊട്ടേറ്റിംഗ് കട്ടർ. ഇപ്പോൾ റൊട്ടേറ്റിംഗ് കട്ടർ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഭാഗമാണ് ആർബർ ഇൻ ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻസ്. അപ്പോൾ ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻസിൽ നമ്മുടെ റൊട്ടേറ്റിംഗ് കട്ടറിനെ ഹോൾഡ് ചെയ്യുന്ന ഭാഗം, അഥവാ മില്ലിംഗ് കട്ടറിനെ ഹോൾഡ് ചെയ്യുന്ന ഭാഗമാണ് നമ്മുടെ ആർബർ. അതായത് ആർബർ ഇങ്ങനെ ഉണ്ടായിരിക്കും, അതിൻ്റെ മേലെയാണ് നമ്മുടെ മില്ലിംഗ് കട്ടർ ഉണ്ടായിരിക്കുക. ഇവിടെ നമ്മൾ വെർട്ടിക്കലായിരിക്കും മില്ലിംഗ് കട്ടർ വെക്കും. ഓക്കെ, നിങ്ങൾ കോമൺ ആയിട്ട് ഇങ്ങനെ ഒരു ഫിഗർ വരച്ച് പഠിച്ചു വെക്കുക അല്ലേ. നമ്മൾ ബേസ് വരയ്ക്കാൻ പഠിച്ചു അല്ലേ. ബേസ് ഏതാണ്? ഇത് ബേസാണ്, ഇത് കോളം അല്ലേ. നമ്മളിങ്ങനെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പഠിക്കണം. പിന്നെ ഇത് നമ്മുടെ ഓവർ ആം. ഇത് നമ്മുടെ ആർബറിൻ്റെ സപ്പോർട്ട്. പിന്നെ ഇത് നമ്മുടെ ആർബർ. ഇത് നമ്മുടെ മില്ലിംഗ് കട്ടർ. നമുക്കിവിടെ താഴെ എന്താ വരയ്ക്കേണ്ടിരിക്കുക ബാക്കി? ഇനി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇവിടെ ഒരു വെർട്ടിക്കൽ അല്ല, ഒരു സ്ക്രൂവിൻ്റെ ഭാഗം വരയ്ക്കാം. സ്ക്രൂ മീൻസ് ഒരു ബോൾട്ട്, നമുക്ക് ടേബിളിന് റൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ബോൾട്ടിൻ്റെ ഷാങ്കിൻ്റെ ഭാഗം. ഓക്കെ, ശേഷം അതിൻ്റെ മേലെ നീ വരയ്ക്കുക, അതിൻ്റെ മേലെ ടേബിൾ വരയ്ക്കുക, അതിൻ്റെ മേലെ വൈസ് പോലത്തെ ഒരു ഷേപ്പ് വരയ്ക്കുക, പിന്നെ അവിടെ ഹാൻഡ് വീൽസൊക്കെ വരയ്ക്കുക. നിങ്ങളിങ്ങനെ വരയ്ക്കാൻ പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് വരച്ചിട്ട് എക്സാമിന് മാക്സിമം സ്കോർ വാങ്ങാൻ സാധിക്കും. അപ്പോൾ നിങ്ങളിങ്ങനെ വരച്ച് പഠിക്കുക. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട ഭാഗം നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമല്ല, അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ റാമിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ദ റാം ഈസ് എ മൂവബിൾ പാർട്ട് ദാറ്റ് ക്യാൻ സ്ലൈഡ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ആണ് ഹോറിസോണ്ടൽ പ്ലെയിൻ ഇൻ വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻസ്. അപ്പോൾ വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻസിൽ ഉണ്ടാകുന്നതാണ്. അതായത് നമ്മുടെ ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്കും അല്ലെങ്കിൽ ഫോർവേഡ് ഡയറക്ഷനിലേക്കും സ്ലൈഡ് കൊടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് റാം. പിന്നെ പവർ ഫീഡ് മെക്കാനിസം ആണ്. അതായത് നമ്മുടെ വർക്ക് ടേബിളിൻ്റെ മൂവ്മെൻറ്റ് എന്താണ്, അല്ലെങ്കിൽ സാഡിലിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നീൻ്റെ മൂവ്മെൻ്റ് ഒക്കെ നമുക്ക് ഒരു ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ് പവർ ഫീഡ് മെക്കാനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ഒരു കോമൺ മില്ലിംഗ് മെഷീൻസിൽ നിങ്ങൾ അത്രയും പാർട്സിനെ കുറിച്ചാണ് ഏറ്റവും ബേസിക്കായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. ബേസ്, കോളം, നീ അല്ലേ, ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. സാഡിൽ, ടേബിള്, സ്പിൻഡിൽ, ഓവർ ആം, ആർബർ, അത്രയും അതുപോലെ പവർ ഫീഡ് മെക്കാനിസം, അത് വേണമെങ്കിൽ മതി. നിങ്ങൾ മിനിമം ഇത്രയെങ്കിലും ഒരു 8 പാർട്സിൻ്റെ പേരെങ്കിലും പഠിച്ചു വെച്ചിട്ട് അതിൻ്റെ ഫംഗ്ഷനും ഓർത്ത് വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫിഗർ വരയ്ക്കാൻ പ്രാക്ടീസ് ചെയ്യുക. വളരെ ഈസി ആയിട്ട് വരച്ച് പഠിക്കാം. ഓക്കെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താഴെ ഈ കാണുന്ന പോലെ ഒരു ബേസ് വരയ്ക്കുക, അതിൻ്റെ മേലെ നമ്മുടെ കോളം വരയ്ക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ബീം, ഒരു കാൻലിവർ ബീം പോലെ വരയ്ക്കുക, അവിടെ നമ്മുടെ ആർബറിൻ്റെ ബ്രാക്കറ്റ് വരയ്ക്കുക. അത്രയും ഒരു സ്ട്രക്ചറായി മാറി. പിന്നെ ഇത് നമ്മുടെ ആർബറാണ്, അതിൻ്റെ മേലെ നമ്മുടെ കട്ടിംഗ് ടൂള് ഇതേപോലെ വരയ്ക്കുക. പിന്നെ നമ്മുടെ ടേബിളിൻ്റെ പോർഷനിലേക്ക് പോവാം. താഴെ ഇതേപോലെ നമ്മുടെ നീ അറേഞ്ച് ചെയ്യാനുള്ള സെറ്റപ്പ് ഇങ്ങനെ വരച്ച് വെക്കുക. അതിൻ്റെ മേലെ ഒരു സാഡിൽ വരയ്ക്കുക, അതിൻ്റെ മേലെ ഇതേപോലെ വൈസ് വരയ്ക്കുക. പിന്നെ അതിനാവശ്യമായിട്ടുള്ള, നിങ്ങൾക്കറിയാം, മൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹാൻഡിലുകൾ ഉണ്ടായിരിക്കും, അതും വരച്ച് വെച്ചാൽ നമ്മുടെ ഫിഗറിൻ്റെ ഏകദേശം ഒരു സ്ട്രക്ചർ കിട്ടും.
പിന്നെ പാർട്സും അടയാളപ്പെടുത്തുക. അപ്പോൾ മാക്സിമം 7 മാർക്കാണ് ചോദിക്കുക ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ. ഫിഗർ വരച്ച് പൂർണ്ണമായിട്ടും വൃത്തിയിൽ വരച്ച 4 മാർക്ക് കിട്ടും. ബാക്കി ഇതേപോലെ പാർട്സിനെ കുറിച്ചും വർക്കിംഗ് പ്രിൻസിപ്പിളിനെ കുറിച്ചും എഴുതിയാൽ നമുക്ക് ബാക്കിയുള്ള 3 മാർക്ക് കിട്ടും. ബേസിയായിട്ട് നമുക്ക് 7 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ നമ്മളിപ്പോൾ വരച്ച് പഠിച്ചുള്ള ഫിഗർ അല്ലെങ്കിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ഫിഗർ ശരിക്കും ഇതിൻ്റെ ഫിഗറാണ്. അതൊരു ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ്റെ ഫിഗറാണ്, അഥവാ ഒരു പ്ലെയിൻ മില്ലിംഗ് മെഷീൻ്റെ ഫിഗറാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെ നമ്മുടെ ആർബർ അഥവാ സ്പിൻഡിലുണ്ടായിരിക്കുക ഹൊറിസോണ്ടൽ ഡിറക്ഷനിലായിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ. അപ്പോൾ നിങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ ഫിഗർ വരച്ച് പഠിക്കുക. നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ ഈ രീതിയിൽ വരച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫിഗറോ അല്ലെങ്കിൽ ഈ ഫിഗറൊക്കെ നോക്കി പഠിച്ചാൽ മതി. ഇപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഓരോ മെഷീനിന്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എളുപ്പമുള്ള ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാറില്ല. അല്ലാണ്ട് നിങ്ങളിവിടെ കാണുന്ന പോലെ ഇങ്ങനെ വരച്ച് ഇവിടുന്ന് ഇങ്ങനെ ഷേപ്പൊക്കെ ഉണ്ടാകണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, നമ്മൾ ബേസിക്കായിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. അതുപോലെ ആ പേപ്പർ നോക്കുന്ന ഒരു അധ്യാപകൻ എന്തായിരിക്കും, ഇയാൾക്ക് ഇതിൻ്റെ ബേസിക് ഐഡിയ ഇയാൾക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, ജസ്റ്റ് നമ്മൾ ഇതേപോലെ പറഞ്ഞ പോലെ റെക്റ്റാങ്കിൾ ഷേപ്പ് മാത്രം ഉപയോഗിച്ച് നമുക്കിത് നല്ല ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ഒരു കാൻലിവർ ബീം വരയ്ക്കുക, ആർബർ ബ്രാക്കറ്റ് വരയ്ക്കുക, സ്പിൻഡിൽ വരയ്ക്കുക, കട്ടർ വരയ്ക്കുക. പിന്നെ നമ്മുടെ നീനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു നമ്മുടെ സ്ക്രൂ സെറ്റപ്പ്, പിന്നെ നീ, അതിൻ്റെ മേലൊരു സാഡിൽ, അതിൻ്റെ മേലെ നമ്മുടെ ബെഞ്ച് വൈസ്, പിന്നെ ഹാൻഡിലുകൾ. ഓക്കെ, ഇത്രയും ഈസിയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വരച്ചിട്ട് പാർട്സ് അടയാളപ്പെടുത്തുക, മാക്സിമം സ്കോർ വാങ്ങും. അതേപോലെ അടുത്തൊരു ടൈപ്പാണ് നമ്മുടെ വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ. അപ്പോൾ ഞാൻ അതിൽ ഇനിയിപ്പോൾ ഓരോ പാർട്സിനെ കുറിച്ചും പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കതിൻ്റെ പേര് കേൾക്കുമ്പോൾ മനസ്സിലാവില്ല എന്താണ് വെർട്ടിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സ്പിൻഡിലിൻ്റെ അറേഞ്ച്മെൻറ്റ് ഇതേപോലെ വെർട്ടിക്കലായിട്ടാണ് നിൽക്കുന്നത് അല്ലേ. ഇവിടെ നമുക്ക് നമ്മുടെ സ്പിൻഡിൽ കാണിച്ചിട്ടുണ്ട്. സ്പിൻഡിൽ എവിടെയുള്ളത്, ഇതാണ് നമ്മുടെ സ്പിൻഡിൽ. ആ സ്പിൻഡിൽ എൻഡിൽ നമ്മുടെ കട്ടിങ്ങുള്ളതായിട്ടുള്ള മില്ലിംഗ് കട്ടർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള ഈ ഡയറക്ഷനിൽ കട്ടിങ് ആക്ഷൻ ചെയ്താണ് നമ്മുടെ വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ആപ്ലിക്കേഷൻ ലെവൽ വേറെ ആയിരിക്കും വരിക. അതായത് നമ്മുടെ വർക്ക് പീസ് ഇവിടെ വെക്കും, ഇവിടെ കാണുന്ന പോലെ വർക്ക് പീസ് വെച്ചിട്ടുണ്ട് അല്ലേ, വർക്ക് പീസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു സർഫസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, കട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് മെഷീനിങ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യുക, ഫിഗറിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ഐഡിയ ഉണ്ടാക്കി പഠിക്കുക. വെർട്ടിക്കലാകുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് ചിന്തിക്കാൻ പറ്റണം അല്ലേ, വെർട്ടിക്കലാണ് നമ്മുടെ ആർബർ അഥവാ സ്പിൻഡിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റണം. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക, ഈസി ആയിരിക്കും. പിന്നെ യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ വരുന്നത് നിങ്ങൾ പ്രത്യേകിച്ച് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ വെർട്ടിക്കൽ മില്ലിംഗ് മെഷീനും ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീനും വരയ്ക്കാൻ പഠിക്കുക. അതുപോലെ അതിൻ്റെ പാർട്സിനെ കുറിച്ചും പഠിക്കുക. ശേഷം നമുക്ക് മില്ലിംഗ് മെഷീൻ്റെ സ്പെസിഫിക്കേഷനെ കുറിച്ച് പറയുന്നത് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിലൊക്കെ പഠിച്ച പോലെ തന്നെ ഷേപ്പറിൻ്റെയും സ്ലോട്ടറിൻ്റെയും പ്ലെയിനിങ് മെഷീൻ്റെ ഒക്കെ സ്പെസിഫിക്കേഷൻ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെയും സ്പെസിഫിക്കേഷൻ പറയുന്നുണ്ട്. മില്ലിംഗ് മെഷീൻ്റെ ഫസ്റ്റ് പറയുന്നത് ടേബിൾ സൈസാണ്. അതായത് ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് ദ ടേബിളിൻ്റെ ലെങ്ത്തിനെ കുറിച്ചും വിഡ്ത്തിനെ കുറിച്ചാണ് ടേബിൾ സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്പർ ഓഫ് സ്പിൻഡിലിൻ്റെ സ്പീഡ്സ്. ഓക്കെ, അത് നമ്പർ ഓഫ് ഡിഫറൻറ്റ് സ്പീഡ്സ് അവൈലബിൾ ഫോർ സ്പിൻഡിൽ. ഇപ്പോൾ നമുക്ക് ആ മെഷീനിൽ പല സ്പീഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പിൻഡിലിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതനുസരിച്ചായിരിക്കും അവിടെ കട്ടിങ് ആക്ഷൻ നടത്തുന്നതായിരിക്കും. നമ്മളവിടെ യൂസ് ചെയ്യുന്ന മോട്ടറിൻ്റെ പവറാണ്, മോട്ടറിൻ്റെ പവർ റേറ്റിംഗ്. പിന്നെ ഫീഡ് കൊടുക്കുന്ന ഫീഡിൻ്റെ റേഞ്ച് അനുസരിച്ച് ഫീഡ് റേറ്റ് ദ മെഷീൻ ക്യാൻ പ്രൊവൈഡ്. അപ്പോൾ മെഷീനിന് എത്രത്തോളം ഫീഡ് റേറ്റ് ഒക്കെയാണ് കൊടുക്കാൻ പറ്റുക. അതുപോലെ മാക്സിമം ടേബിളിൽ ട്രാവൽ ചെയ്യാൻ പറ്റിയ മാക്സിമം ഒരു ട്രാവൽ ഡിസ്റ്റൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് XYZ ഡയറക്ഷനിലേക്ക് ഏതൊക്കെ തരത്തിൽ നമുക്ക് മൂവ്മെൻറ്റ് കൊടുക്കാൻ പറ്റും അതിൻ്റെയൊക്കെ ഒരു സ്പെസിഫിക്കേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു 5 പോയിൻറ്റ്സ് സ്പെസിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈസി ആയിട്ട് ഓർത്ത് വെക്കാൻ പറ്റിയ പോയിൻറ്റ്സ് ആണ്. ഒന്ന് ടേബിൾ സൈസ് അല്ലെ, നമ്മുടെ ആ മില്ലിംഗ് മെഷീനിൻ്റെ ടേബിൾ സൈസ്. രണ്ടാമത്തത് സ്പിൻഡിലിൻ്റെ സ്പീഡുകൾ. മൂന്നാമത്തത് മോട്ടറിൻ്റെ പവർ. നാലാമത് കൊടുക്കാൻ പറ്റിയ റേഞ്ച് ഓഫ് ഫീഡുകൾ. പിന്നെ ടേബിളിൻ്റെ മാക്സിമം ടേബിൾ ട്രാവൽ. അതും നിങ്ങൾ എക്സാം പോയിന്റിൽ ഓർത്ത് വെക്കുക. എക്സാമിനൊക്കെ 3 മാർക്കിനോ അല്ലെങ്കിൽ 1 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് സ്പെസിഫിക്കേഷൻ ഓഫ് മില്ലിംഗ് മെഷീൻസ്. അടുത്ത പ്രധാനപ്പെട്ട 2 ടൈപ്പ് മില്ലിംഗ് പ്രിൻസിപ്പിളാണ് അല്ലെങ്കിൽ മില്ലിങ്ങിൻ്റെ വർക്കിങ്ങിൽ വരുന്ന ഓപ്പറേഷൻസ് ആണ് അപ്പ് മില്ലിങ്ങും അതുപോലെ തന്നെ ഡൗൺ മില്ലിങ്ങും. രണ്ടിനും വേറെ പേരുകൾ വരുന്നത് അപ്പ് മില്ലിംഗ് എന്ന് പറഞ്ഞാൽ കൺവെൻഷണൽ മില്ലിങ്ങും ഡൗൺ മില്ലിംഗ് എന്ന് പറയുന്നത് ക്ലൈംബ് മില്ലിങ്ങുമാണ്. അപ്പോൾ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ സ്ഥിരമായിട്ട് 3 മാർക്കിനും അല്ലെങ്കിൽ 7 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് എന്താണ് അപ്പ് മില്ലിങ്ങും അല്ലെങ്കിൽ എന്താണ് ഡൗൺ മില്ലിങ്. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്കിവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ മില്ലിംഗ് കട്ടർ കാണുന്നുണ്ടായിരിക്കും, താഴെ നമ്മുടെ വർക്ക് പീസും കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ മില്ലിംഗ് കട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷനും വർക്ക് പീസ് ഫീഡ് ചെയ്യുന്ന ഡയറക്ഷനും തമ്മിലുള്ള വ്യത്യാസം അനുസരിച്ചാണ് അവിടെ അപ്പ് മില്ലിംഗ് എന്നും അതുപോലെ തന്നെ
ഡൗൺ മില്ലിംഗ് എന്നും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ ഫസ്റ്റ് ഫിഗറിൽ കട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ നോക്കുക. കണ്ടോ, ഈ ഡയറക്ഷനിൽ ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്. ഈ ഡയറക്ഷനിലാണ് കട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മുടെ വർക്കിൻ്റെ ടേബിൾ അല്ലെങ്കിൽ വർക്ക് ഫീഡ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലേക്കാണ് നോക്കുക. ഈ ഡയറക്ഷനിലേക്കാണ് നമ്മുടെ വർക്ക് ടേബിൾ ഫീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വർക്കിനെ ഫീഡ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ടേബിൾ ഈ ഡയറക്ഷനിലേക്കും അല്ല അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് നമ്മുടെ റൊട്ടേഷൻ വരുന്നത്. അങ്ങനെ ചെയ്യുന്ന മില്ലിംഗ് ഓപ്പറേഷനാണ് അപ്പ് മില്ലിംഗ് എന്ന് പറയുന്നത്. അതേപോലെ രണ്ടാമത്തെ കേസിൽ നമ്മുടെ കട്ടിംഗ് ടൂളിൻ്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ നോക്കുക. ഇതിൽ ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ഡയറക്ഷൻ അല്ലേ. ഈ ഡയറക്ഷനിലാണ് നമ്മുടെ കട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത്. വർക്കിന് ഫീഡ് കൊടുക്കുന്നതും ഈ സെയിം ഡയറക്ഷനിലാണ്. സോ ഇങ്ങനെ സെയിം ഡയറക്ഷനിൽ കൊടുക്കുന്ന ആ ഒരു പ്രിൻസിപ്പിൾ ഓഫ് മില്ലിംഗ് ആണ്, വർക്കിംഗ് ഓഫ് മില്ലിംഗ് ആണ്, പ്രിൻസിപ്പിൾ ഓപ്പറേഷൻ ഓഫ് മില്ലിംഗ് ആണ് നമ്മുടെ ഡൗൺ മില്ലിംഗ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇവിടുത്തെ ഒരു കട്ടിംഗ് ഫോഴ്സ് അല്ലേ. ഇവിടെ കട്ടിംഗ് ഫോഴ്സ് എവിടെയായിരിക്കും കൂടുതലുണ്ടായിരിക്കുക. ആലോചിച്ച് നോക്കുക, നമ്മുടെ ഈ ഒരു കട്ടർ ഈ ഡയറക്ഷനിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വർക്ക് ഫീഡ് കൊടുക്കുന്നത് ഈ ഡയറക്ഷനിലേക്കാണ് അല്ലേ. അതേപോലെ ഇവിടെ നോക്കുക, നമ്മുടെ ടേബിളാണ് അല്ലെങ്കിൽ വർക്കാണ്. ആ വർക്ക് ഈ നമ്മുടെ കട്ടർ ഈ ഡയറക്ഷനിൽ തിരിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അല്ലെ അതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ വർക്കിനെ മൂവ് ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ വർക്കിനെ ഫീഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, ഈ ഒരു അപ്പ് മില്ലിംഗ് കേസിങ്ങിൽ ഈ കട്ടിംഗ് ഫോഴ്സൊക്കെ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ റഫ് കട്ടുകളായിരിക്കും ഫോം ചെയ്യുന്നതായിരിക്കും. സ്മൂത്ത് ആയിട്ടുള്ള കട്ടായിരിക്കില്ല, റഫ് കട്ടായിരിക്കും ഫോം ചെയ്യുന്നതായിരിക്കും. നേരെ തിരിച്ച് ഇവിടെ ആകുമ്പോൾ അത് സംഭവിക്കുന്നത് വെച്ചാൽ ഇത് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇതിനെ വർക്കിനെ മൂവ് ചെയ്യിക്കുന്നത് സെയിം ഈ ഡയറക്ഷൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ വല്ലാണ്ട് ഒരു ജർക്കിങ്ങോ അല്ലെങ്കിൽ വൈബ്രേഷൻസോ വരുന്നില്ല. അതിൽ കട്ടിംഗ് ഫോഴ്സും കുറവായിരിക്കും. നമുക്കൊരു സ്മൂത്ത് കട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മുടെ അപ്പ് മില്ലിങ്ങിൻ്റെയും ഡൗൺ മില്ലിങ്ങിൻ്റെയും ആ ഒരു വ്യത്യാസവും അതിൻ്റെ പോലെ തന്നെ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വർക്കിങ്ങിൽ വരുന്ന വ്യത്യാസങ്ങളെന്ന് മനസ്സിലാക്കേണ്ടത്. നമുക്കിനി ഇതിൽ പറയുന്ന പോയിൻറ്റ്സ് ജസ്റ്റ് നോക്കാം. അപ്പ് മില്ലിംഗ് അഥവാ കൺവെൻഷണൽ മില്ലിംഗ് ആണ്. ദ കട്ടർ റൊട്ടേറ്റ്സ് എഗെയിൻസ്റ്റ് ദ ഡയറക്ഷൻ ഓഫ് ഫീഡ് അല്ലെ. ഫീഡിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ കട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തായിരിക്കും നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ആ ഫിഗർ കാണുമ്പോഴേ മനസ്സിലാവും അല്ലെ. അതിൻ്റെ റൊട്ടേഷൻ ഒന്ന് മനസ്സിലേക്ക് ആലോചിച്ച് നോക്കുക. അവിടെ കട്ടിംഗ് ഫോഴ്സ് കൂടുതലായിരിക്കും ആൻഡ് ദ ഫിനിഷ് ഈസ് റഫർ അല്ലേ. ഫിനിഷ് കുറവായിരിക്കും, അത് റഫായിട്ടുള്ള കട്ടാണ് വരിക. അപ്പോൾ നമുക്ക് ഈ ഒരു അപ്പ് മില്ലിംഗ് നമുക്ക് കൂടുതൽ എഫക്റ്റീവ് ആവുന്നത് ഹാർഡർ മെറ്റീരിയൽസ്, ഹാർഡ്നെസ് കൂടുതലുള്ള മെറ്റീരിയൽസ് കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ മെഷീൻ ചെയ്യാൻ നമുക്ക് അപ്പ് മില്ലിംഗ് ആയിരിക്കും കൂടുതൽ ചൂസ് ചെയ്യുക. രണ്ടാമത്തത് നമ്മുടെ ഡൗൺ മില്ലിംഗ് ആണ്. ഇപ്പോൾ നമുക്ക് ഫിഗർ കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടായിരിക്കും അത് ക്ലൈംബ് മില്ലിംഗ്. അതായത് ദ കട്ടർ റൊട്ടേറ്റ്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ദ ഫീഡ്. അപ്പോൾ ഫീഡ് കൊടുക്കുന്ന സെയിം ഡയറക്ഷനിലാണ് നമ്മുടെ കട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തായിരിക്കും ഇവിടെ നമ്മൾ നേരത്തെ കണ്ടപ്പോൾ പോലെ തന്നെ ഇവിടെ കട്ടിംഗ് ഫോഴ്സ് കുറയും ആൻഡ് അതുകൊണ്ട് എന്തായിരിക്കും ഇവിടെ സ്മൂത്ത് ഫിനിഷ് ആയിരിക്കും ഉണ്ടാകുന്നുണ്ടായിരിക്കുക. ആൻഡ് ദ ഫിനിഷ് ഈസ് സ്മൂത്തർ സ്യൂട്ടഡ് ഫോർ സോഫ്റ്റർ മെറ്റീരിയൽസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡൗൺ മില്ലിംഗ് അഥവാ ക്ലൈം മില്ലിംഗ് എന്തായിരിക്കും സോഫ്റ്റർ മെറ്റീരിയൽസിനായിരിക്കും സ്യൂട്ടാവുന്നുണ്ടായിരിക്കുക. ബട്ട് മേ നോട്ട് ബി ഗുഡ് ഫോർ ഓൾ ടൈപ്സ് ഓഫ് വർക്ക് പീസസ്. അതുപോലെ എന്താണ് എല്ലാ ടൈപ്പ് വർക്ക് പീസിനും ഈ ഒരു ക്ലൈംബ് മില്ലിംഗ് അഥവാ ഡൗൺ മില്ലിംഗ് അത്രത്തോളം സ്യൂട്ടബിൾ അല്ല. നിങ്ങൾ ഈ രണ്ടിൻ്റെയും 3 പോയിൻറ്റ്സ് വീതം മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ 3 മാർക്കിനും അല്ലെങ്കിൽ 7 മാർക്കിനും ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 7 മാർക്കിന് ചോദിക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഫിഗറും വിത്ത് ഈ എക്സ്പ്ലനേഷനും കൂടി കൊടുക്കുക. 3 മാർക്കിനൊക്കെ മാത്രം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഡെഫിനിഷൻ മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ ഒന്ന് പഠിച്ചു വെക്കുക. ഒന്നുമില്ല, നമ്മുടെ കട്ടർ വരയ്ക്കാനും താഴെ നമ്മുടെ വർക്ക് പീസിൻ്റെ മേലെ നിന്ന് നമ്മുടെ ചിപ്പ് റിമൂവ് ആവുന്നതും ജസ്റ്റ് വരച്ചാൽ മതി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഡയറക്ഷനാണ്. അതായത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വരുമ്പോൾ ഈ ഡയറക്ഷനിലാണ് പോകുന്നത്. ഓപ്പോസിറ്റ് ആണെങ്കിൽ അപ്പ് മില്ലിംഗ്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തു നമ്മുടെ വർക്ക് പീസും റൊട്ടേറ്റ് ചെയ്യുന്ന മൂവ് ചെയ്യുന്ന സെയിം ഡയറക്ഷൻ. ഇപ്പോൾ സെയിം ആകുമ്പോൾ ഡൗൺ മില്ലിംഗ്. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്ത് മനസ്സിലാക്കി പഠിക്കുക. സോ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലൊക്കെ ചിലപ്പോൾ 3 മാർക്കിനും അല്ലെങ്കിൽ 7 മാർക്കിനും ചോദിക്കുന്ന അടുത്തൊരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. അതായത് നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മില്ലിംഗ് ഓപ്പറേഷൻസ് വരുന്നുണ്ട്. സോ അതിൽ നമുക്ക് ഫസ്റ്റ് നോക്കാം പ്ലെയിൻ അല്ലെങ്കിൽ സ്ലാബ് മില്ലിംഗ് ആണ്.
അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുള്ള ഹൊറിസോണ്ടൽ മില്ലിംഗ് ഒക്കെ അല്ലെങ്കിൽ മില്ലിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രോസസ്സ് ശരിക്കും പ്ലെയിൻ മില്ലിംഗ് ആണെന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയാൻ പറ്റും. കാരണം നോക്കുക, ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കുക അല്ലെങ്കിൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കാം. ഇൻ പ്ലെയിൻ മില്ലിംഗ് ദ ആക്സിസ് ഓഫ് ദ കട്ടിംഗ് ടൂൾ ഈസ് പാരലൽ ടു ദ സർഫസ് ബീയിങ് മെഷീൻഡ്. നമ്മൾ ഏത് സർഫസ് ആണോ മെഷീൻ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ നമ്മുടെ വർക്ക് പീസാണ് ഈ കാണുന്നതെങ്കിൽ ആ വർക്ക് പീസിൻ്റെ ഈ സർഫസ് ഉണ്ടല്ലോ, നമ്മൾ ഈ സർഫസാണ് മെഷീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ സർഫസിന് പാരലായിട്ടായിരിക്കും നമ്മുടെ കട്ടിംഗ് ടൂളിൻ്റെ ആക്സിസ് ഉണ്ടായിരിക്കുക. നമ്മൾ നേരത്തെ ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീനിൽ കൊണ്ടുവരും നമ്മുടെ കട്ടിംഗ് ടൂൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ, നമ്മുടെ കട്ടിംഗ് ടൂളാണെങ്കിൽ ആ കട്ടിംഗ് ടൂളിൻ്റെ ആക്സിസ് ഏതാണ്, നമ്മൾ നേരത്തെ ഇപ്പോൾ വരച്ച പോലെ ഇതാണ് നമ്മുടെ കട്ടിംഗ് ടൂളിൻ്റെ ആക്സിസ്. അപ്പോൾ അതിന് പാരലായിട്ടാണ് നമ്മുടെ മെഷീൻ ചെയ്യാൻ പോകുന്ന നമ്മുടെ വർക്കിൻ്റെ സർഫസ് വരുന്നത്. സോ ആ ടൈപ്പ് പ്രോസസ്സാണ് നമ്മുടെ പ്ലെയിൻ മില്ലിംഗ് അഥവാ ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീനിൽ ചെയ്യുന്ന പ്രോസസ്സ്. ഇനി രണ്ടാമത്തെയാണ് നമ്മുടെ കാണുന്ന പോലെ ഫേസ് മില്ലിംഗ്. ദ കട്ടർ ഈസ് മൗണ്ടഡ് ഓൺ എ സ്പിൻഡിൽ വിത്ത് ഇറ്റ്സ് ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ വർക്ക് സർഫസ്. ഇപ്പോൾ നേരെ തിരിച്ചാണ് വരുന്നത്, അതായത് വർക്ക് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മുടെ എന്ത് വരുന്നത്, നമ്മുടെ കട്ടറിൻ്റെ ആക്സിസ് വരുന്നത്. സോ നമ്മുടെ കട്ടർ ഇങ്ങനെ ഈ ഡയറക്ഷനിലായിരിക്കും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. ഓക്കെ, ഇങ്ങനെയായിരിക്കും വെച്ചിട്ടുണ്ടായിരിക്കുക. സോ നമ്മുടെ കട്ടർ ആ മെഷീൻ്റെ ഈ കാണുന്ന സർഫസിനായിരിക്കും മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ കട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ കട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ആക്സിസ് ഇതാണ്. അതായത് നമ്മുടെ വർക്കിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് പെർപെൻഡിക്കുലറായിട്ടാണ് ആക്സിസ് വരുന്നത്. അത് 90 ഡിഗ്രി അങ്ങനെയാണ് പെർപെൻഡിക്കുലറായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ഫേസ് മില്ലിംഗ് അഥവാ നമ്മുടെ വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ ചെയ്യുന്ന ശരിക്കും പ്രോസസ്സ് ഇതാണ്. അവിടെ ഫേസ് മില്ലിങ്ങിന് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. മൂന്നാമത്തെയാണ് എൻഡ് മില്ലിംഗ് എന്ന് പറയുന്നത്. നമുക്ക് പേര് കേൾക്കുമ്പോഴേ അതിൻ്റെ ഒരു ഉദ്ദേശിക്കുന്ന കാര്യം അല്ലെങ്കിൽ ആ പ്രിൻസിപ്പിൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്, എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ എൻഡ് മില്ലിങ്ങിൽ ദ കട്ടർ ടിപ്പിക്കലി ആൻ എൻഡ് മില്ല് ഈസ് യൂസ്ഡ് ടു മെഷീൻ പോക്കറ്റ്സ്, സ്ലോട്ട്സ് ആൻഡ് സർഫസസ്. ഇറ്റ് ക്യാൻ കട്ട് ഇൻ മൾട്ടിപ്പിൾ ഡിറക്ഷൻസ്. അപ്പോൾ മൾട്ടിപ്പിൾ ഡിറക്ഷനിൽ കട്ട് ചെയ്യാം, അതായത് നമുക്ക് സ്ലോട്ട്സോ പോക്കറ്റ്സോ ഒക്കെ അല്ലെങ്കിൽ അതുപോലത്തെ സർഫസിനൊക്കെ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എൻഡ് മില്ലിംഗ് ആണ്. നമുക്ക് എൻഡ് മില്ലിംഗ് മനസ്സിലാക്കാനായിട്ട് ഇവിടെ നോക്കാം ഉണ്ടോ, അത് നമ്മുടെ എൻഡ് മില്ലിങ്ങിൻ്റെ ആ ഒരു പ്രോസസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ആ വർക്കിംഗ് പ്രിൻസിപ്പിളിനെ കുറിച്ച് നമുക്ക് ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ടായിരിക്കും ഇതേപോലെ ചെറിയ ചെറിയ സ്ലോട്ടുകളൊക്കെ കട്ട് ചെയ്യാനും അതിൻ്റെ അകത്ത് ആ ഒരു അകഭാഗം അതിൻ്റെ ഉൾഭാഗമൊക്കെ മെഷീനിങ് ചെയ്യാൻ നമുക്ക് ഈ ഒരു എൻഡ് മില്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ മില്ലിംഗ് ഓപ്പറേഷൻ ചെയ്യാവുന്നതാണ്. സോ എൻഡ് മില്ലിംഗ് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അടുത്താണ് നമ്മുടെ ആംഗുലർ മില്ലിംഗ്. അപ്പോൾ അതിൻ്റെ പേര് പോലെ തന്നെ പറയാൻ പറ്റും അല്ലേ, ആംഗിൾ അല്ലെങ്കിൽ ആ ചെരിഞ്ഞിട്ട് ഇൻക്ലൈൻഡ് ആയിട്ട് നമുക്ക് മെഷീൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ആംഗുലർ മില്ലിംഗ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ദ കട്ടർ ഈസ് പൊസിഷൻഡ് അറ്റ് ആൻ ആംഗിൾ റിലേറ്റീവ് ടു ദ ആക്സിസ് ഓഫ് ദ വർക്ക് പീസ്. അപ്പോൾ വർക്ക് പീസിൻ്റെ ആക്സിസിനെ റിലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനൊരു ആംഗിളിലായിരിക്കും അവിടെ കട്ടറിൻ്റെ ആ ഒരു കട്ടിങ് ആക്ഷൻ നടക്കുന്നുണ്ടായിരിക്കുക. യൂസ്ഡ് ടു ക്രിയേറ്റ് ആംഗുലർ ഫീച്ചേഴ്സ് സച്ച് ആസ് ചാംഫേഴ്സ്, ഗ്രൂവ്സ്, ഡോട്ടെയിൽസ്. ഇപ്പോൾ ചാംഫേഴ്സും ഗ്രൂവ്സൊക്കെ ഉണ്ടാക്കാനും ഡോട്ടെയിൽസ് ഉണ്ടാക്കാനൊക്കെ നമ്മൾ ഇതേപോലെ ആംഗുലർ കട്ടിംഗ് ആണ് യൂസ് ചെയ്യുക. ആംഗുലർ കട്ടിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ മനസ്സിലാക്കാൻ പറ്റിയ ഫിഗറാണ് ഇവിടെ സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ ഇതിൽ നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ കട്ടറിൻ്റെ ഷേപ്പ് തന്നെ ഒരു ചെരിഞ്ഞ ഷേപ്പാണ്. സോ അത് കാരണം നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ ആ ഒരു വർക്ക് പീസിൻ്റെ മേലെ നമുക്ക് ഇതേപോലെ ചെരിച്ചതേ കാണുന്ന പോലെ ചെരിവുള്ള സ്ലോപ്പുള്ള കട്ടിങ് എഡ്ജസ് നമുക്ക് സർഫസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചുള്ള ഓരോ പേരുകളും അല്ലേ എന്താണ് ടൈപ്സ് ഓഫ് മില്ലിംഗ് ഓപ്പറേഷനിൽ പറയുന്ന നമ്മൾ പ്ലെയിൻ മില്ലിംഗ് പറഞ്ഞു, കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എങ്ങനെ നമുക്ക് ഓർക്കാൻ പറ്റണം. ഫേസ് മില്ലിംഗ് ആയി, പ്ലെയിൻ മില്ലിംഗ് ആയി, എൻഡ് മില്ലിംഗ് ആയി, ആംഗുലാർ മില്ലിംഗ് ആയി അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് അതിൻ്റെ പേര് കേൾക്കുമ്പോൾ ഇങ്ങനെ ഫിഗർ വരയ്ക്കാനെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫിഗർ ആയിരിക്കും എന്നുള്ള കാര്യമെങ്കിലും ഓർമ്മ വന്നാൽ നമുക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ എഴുതാനായിട്ട് പറ്റും. സോ
അടുത്ത് ഫോം മില്ലിംഗ് ആണ്. നോക്കാം എന്താണ് ഫോം മില്ലിംഗ്. എ സ്പെഷ്യലി ഷേപ്പ്ഡ് കട്ടർ ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് കോണ്ടൂർസ് ആൻഡ് സർഫസസ്. ഇപ്പോൾ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഷേപ്പിലൊക്കെ ഉള്ള സർഫസും അതായത് നമ്മൾ കോണ്ടൂർസ് എന്നൊക്കെ പറയാം. അപ്പോൾ കോണ്ടൂർസ് പോലത്തെ കോംപ്ലക്സ് ഷേപ്പുകളൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേഷനാണ് ഫോം മില്ലിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഫോം മില്ലിംഗ് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് നമ്മൾ ഈ ഒരു ഫിഗർ ഇതാ. ഓക്കെ, സ്ക്രീനിൽ കാണുന്ന ഇതാണ് നമ്മുടെ ഫോം മില്ലിംഗ് ഓപ്പറേഷൻ. അതായത് ഈ കാണുന്ന പോലെ ഉണ്ടോ നമ്മുടെ കട്ടിങ് ടൂളിൻ്റെ കട്ടറിൻ്റെ ഷേപ്പേ അങ്ങനെ ഒരു ഫോം ഷേപ്പാണ് വരുന്നത്. സോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന വർക്ക് പീസിൻ്റെ ഭാഗം കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഇതേപോലത്തെ ഒരു ഷേപ്പാണ് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ മേലെ കട്ട് ചെയ്യുന്ന ആ ഒരു ഷേപ്പ് മനസ്സിലാക്കാം. ഇതുപോലത്തെ കട്ടിങ് പ്രോസസ്സാണ് നമ്മുടെ ഫോം മില്ലിംഗ് കട്ടർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഫോം മില്ലിംഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത് സ്ട്രാഡിൽ മില്ലിംഗ് ആണ്. നമുക്കതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താ നോക്കാം. 2 കട്ടേഴ്സ് ആർ മൗണ്ടഡ് ഓൺ ദ ആർബറിൻ്റെ മേലെ 2 കട്ടേഴ്സ് വെച്ചിട്ടുണ്ടായിരിക്കും. സ്പേസ്ഡ് അപ്പാർട്ട് ടു മെഷീൻ 2 പാരലൽ സർഫസസ് സൈമൾട്ടേനിയസ്ലി. ഇപ്പോൾ സൈമൾട്ടേനിയസ്ലി ഒരേ സമയത്ത് 2 പാരലൽ സർഫസുകൾ മെഷീൻ ചെയ്യാനായിട്ട് 2 കട്ടേഴ്സ് ആർബറിൻ്റെ മേലെ വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഓപ്പറേഷനാണ് സ്ട്രാഡിൽ മില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ ഏതെങ്കിലും മില്ലിംഗ് ഓപ്പറേഷൻസൊക്കെ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ 3 മാർക്കിനോ അല്ലെങ്കിൽ 7 മാർക്കിനോ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാത്തിനെ കുറിച്ചും വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം. സ്ട്രാഡിൽ മില്ലിംഗ് മനസ്സിലാക്കാനായിട്ട് ഇവിടെ നിങ്ങൾക്കൊരു ഡയഗ്രാം വേണം. ഇവിടെ താഴെയുള്ള ഈ ഒരു ഡയഗ്രാം നോക്കുക. ആണ് നമ്മുടെ സ്ട്രാഡിൽ മില്ലിങ്ങിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മനസ്സിലാക്കാനായിട്ടുള്ള ഫിഗർ. ഇത് നോക്കുക, ഇവിടെ 2 മില്ലിംഗ് കട്ടർ ഉപയോഗിക്കുന്നുണ്ട്. ഒറ്റ ആർബറിൻ്റെ മേലെ നമ്മൾ 2 മില്ലിംഗ് കട്ടർ ഉപയോഗിക്കുന്നു. താഴെ നിങ്ങൾക്ക് വർക്ക് പീസ് കാണുന്നുണ്ട്. ടേബിളിൻ്റെ മേലെ നമ്മുടെ വർക്ക് പീസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരേ സമയം നമ്മൾ കട്ടർ ഉപയോഗിച്ച് ഉണ്ടോ ഈ ഒരു ഭാഗത്തും എഡ്ജിലും ഈ ഒരു എഡ്ജിലും നമ്മൾ ഒരേ സമയം മെഷീനിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യാനാണ് നമ്മൾ എന്തുപയോഗിക്കുക, സ്ട്രാഡിൽ മില്ലിംഗ് മെഷീൻ അല്ലെങ്കിൽ സ്ട്രാഡിൽ മില്ലിംഗ് ഓപ്പറേഷൻ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. സോ അതിനെക്കുറിച്ച് നമുക്ക് ഫിഗർ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. ഇനി അടുത്താണ് ഗാങ് മില്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. പേര് പോലെ തന്നെ ഒരു ഗാങ് ആയിട്ടായിരിക്കും അവിടെ മില്ലിംഗ് ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഏകദേശം സ്ട്രാഡിൽ മില്ലിംഗ് പോലെ തന്നെ, അതായത് മൾട്ടിപ്പിൾ കട്ടേഴ്സ് ആർ മൗണ്ടഡ് ഓൺ എ സിംഗിൾ ആർബർ ടു മെഷീൻ സെവറൽ സർഫസസ് സൈമൾട്ടേനിയസ്ലി അല്ലേ. അപ്പോൾ ഗാങ് ആയിട്ട് അഥവാ ഗാങ് മില്ലിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർക്കണം, പേര് കേൾക്കുമ്പോഴേ മനസ്സിലാവണം എന്താണ്. മൾട്ടിപ്പിൾ കട്ടേഴ്സാണ് ആർബറിൻ്റെ മേലെ ഉണ്ടായിരിക്കുക. ഒരു സിംഗിൾ ആർബറിൻ്റെ മേലെ മൾട്ടിപ്പിൾ കട്ടേഴ്സ്, അതായത് 2-ലധികം 3-ലധികം കട്ടേഴ്സൊക്കെ ഉണ്ടായിരിക്കും. നമുക്ക് ഒരേ സമയം ഒരുപാട് സർഫസുകൾ നമുക്ക് സൈമൾട്ടേനിയസ്ലി നമുക്ക് മെഷീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഫിഗറാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. നോക്കിയാൽ മനസ്സിലാവും, നമ്മുടെ ആർബർ ഇതാണ്. ആർബറിൻ്റെ മേലെ ഒരു മില്ലിംഗ് കട്ടർ, ഇത് വേറെ മില്ലിംഗ് കട്ടർ, ഇത് മറ്റൊരു മില്ലിംഗ് കട്ടർ, മൊത്തം 3 മില്ലിംഗ് കട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരേ സമയം നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും നമ്മുടെ വർക്ക് പീസിൻ്റെ മേലെ 3 സ്ഥലങ്ങളിലായിട്ട് അല്ലെ, ഇവിടെയൊക്കെ 3 സ്ഥലങ്ങളിലായിട്ട് ഒരേ സമയം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കട്ടിങ് ആക്ഷൻ അഥവാ മെഷീനിങ് ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് നമ്മുടെ ഈ ഒരു ഗാങ് മില്ലിങ്ങിനെ കുറിച്ച് 7 മാർക്കിനോ അതോ 3 മാർക്കിനോ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ മനസ്സിലാക്കണം, ഗാങ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫിഗർ മനസ്സിലേക്ക് വരണം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു മില്ലിംഗ് ഓപ്പറേഷനൊക്കെ നമുക്ക് ഇനിയുള്ള എക്സാമിനും പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ഈ ടോപ്പിക്കിന് സ്ഥിരമായിട്ട് 7 മാർക്കിനും 3 മാർക്കിനൊക്കെ എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 7 മാർക്കിന് ചോദിക്കുമ്പോൾ ഇതേപോലെ നീറ്റായിട്ട് ഫിഗർ വരയ്ക്കുക. താഴെ കാണുന്ന പോലുള്ള ആ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളും പറയാം. നമ്മൾ പറഞ്ഞ പോയിൻറ്റ്സൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരിക്കും. അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിക്കേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ പറഞ്ഞ പോയിൻറ്റ്സ് തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുക. അപ്പോൾ ഗാങ് മില്ലിംഗ് മനസ്സിലായിട്ടുണ്ടായിരിക്കും. നമുക്ക് ഏകദേശം ഒരു 7 ടൈപ്പ് മില്ലിംഗ് മനസ്സിലായി. ഗാങ് മില്ലിംഗ്, സ്ട്രാഡിൽ മില്ലിംഗ്, ഫോം മില്ലിംഗ്, ആംഗുലർ മില്ലിംഗ്, എൻഡ് മില്ലിംഗ്, ഫേസ് മില്ലിംഗ്, പ്ലെയിൻ മില്ലിംഗ്. അപ്പോൾ നമ്മൾ 7 പഠിച്ചെങ്കിൽ നമുക്ക് മിക്കവാറും 7ൻ്റെയും പേര് കേൾക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഫിഗർ മനസ്സിലാക്കി വന്നാൽ പിന്നെ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ സ്വന്തമായിട്ട് എഴുതാനും നമുക്കത് വരയ്ക്കാനും സാധിക്കുന്നതാണ്. പിന്നെ അടുത്താണ് നമ്മുടെ സ്ലോട്ട് മില്ലിംഗ്. സ്ലോട്ട് മില്ലിംഗ് പോലെ തന്നെ അടുത്ത് ഒരു സെയിം പ്രോസസ് ഉണ്ട്, ടീ സ്ലോട്ട് മില്ലിംഗ്. ഓക്കെ, അത് രണ്ടും ഒന്ന് തന്നെയാണ്. ടീ സ്ലോട്ട് ആയാലും സ്ലോട്ട് മില്ലിംഗ് ഒക്കെ ആയാലും നിങ്ങൾക്ക് ഫിഗർ കണ്ടാൽ മനസ്സിലാവും.
കണ്ടോ, ഇവിടെ കാണുന്ന താഴെയുള്ള ഫിഗറുണ്ട്. ഇതാണ് നമ്മുടെ സ്ലോട്ട് അഥവാ ടി സ്ലോട്ട് മില്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വർക്ക് പീസിനകത്ത് ഇതേപോലെ സ്ലോട്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മില്ലിംഗ് ഓപ്പറേഷനാണ് സ്ലോട്ട് മില്ലിംഗ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഡെഫിനിഷൻ നോക്കുക. എ കട്ടർ ഈസ് യൂസ്ഡ് ടു മിൽ നാരോ സ്ലോട്ട്സ് ഇൻ ടു ദ വർക്ക് പീസ്. വർക്ക് പീസിൻ്റെ അകത്തു നിന്നും അല്ലെങ്കിൽ മേലെ നിന്നും നാരോ സ്ലോട്ട്സ് കട്ട് ചെയ്യാൻ നമ്മൾ സ്ലോട്ട് മില്ലിംഗ് യൂസ് ചെയ്യാം. അതായത് കീവേഴ്സോ ഗ്രൂവ്സോ സ്ലോട്ട്സ് കട്ട് ചെയ്യാൻ നമ്മൾ സ്ലോട്ട് മില്ലിംഗ് യൂസ് ചെയ്യും. അടുത്താണ് നമ്മുടെ പ്രൊഫൈൽ മില്ലിംഗ്. ദ കട്ടർ ഫോളോസ് എ ഡിഫൈൻഡ് പാത്ത് ഓർ പ്രൊഫൈൽ ടു മെഷീൻ ദ വർക്ക് പീസ്. ഇത് പ്രൊഫൈൽ മില്ലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിഗർ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇതാണ് നമ്മുടെ പ്രൊഫൈൽ മില്ലിങ്ങിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മനസ്സിലാക്കാൻ ആവശ്യമായിട്ടുള്ള ഫിഗർ. ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. ഇവിടെ കണ്ടോ, ഈ ഒരു ഷേപ്പിലാണ് ഇവിടെ വർക്ക് പീസിൻ്റെ മേലെ നിന്ന് മെറ്റീരിയൽ റിമൂവ് ആവുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഈ ടൈപ്പ് മെഷീനിങ് ഓപ്പറേഷനാണ് നമ്മൾ ഇതേപോലെ പ്രൊഫൈൽ മില്ലിംഗ് ഓപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതായത് ഇവിടെ പറഞ്ഞ പോലെ ദ കട്ടർ ഫോളോസ് എ ഡിഫൈൻഡ് പാത്ത് ഓർ പ്രൊഫൈൽ ടു മെഷീൻ ദ വർക്ക് പീസ് യൂസ്ഡ് ഫോർ മെഷീനിങ് കോംപ്ലക്സ് ഷേപ്സ് ആൻഡ് കോണ്ടൂർസ്. നമ്മൾ ഫോം കട്ടിങ് പറഞ്ഞ പോലെ തന്നെ കോണ്ടൂർ ഷേപ്പൊക്കെ ഉണ്ടാക്കാനാണ് നമ്മൾ, അല്ലെങ്കിൽ കോംപ്ലക്സ് ഷേപ്പൊക്കെ ഉണ്ടാക്കുന്ന പോലെ നമ്മുടെ പ്രൊഫൈൽ മില്ലിംഗ് ആണ് യൂസ് ചെയ്യുക. അടുത്താണ് നമ്മുടെ ഗിയർ കട്ടിങ്. എ സ്പെഷ്യൽ ഫോം മില്ലിംഗ് കട്ടർ ഓർ ഹോബിംഗ് ടൂൾ ഈസ് യൂസ്ഡ് ടു കട്ട് ദ ടീത്ത് ഓഫ് എ ഗിയർ. അപ്പോൾ ഗിയറിൻ്റെ ടീത്തൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഗിയർ കട്ടിങ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. താഴെ കാണുന്ന ഈ ഒരു ഫിഗർ ആണ് നമ്മുടെ ഗിയർ കട്ടിങ് ബൈ മില്ലിംഗ് മെഷീൻ ചെയ്യുന്നത്. അതുപോലത്തെ വ്യത്യസ്ത മില്ലിംഗ് കട്ടേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക ഗിയർ കട്ടിങ്ങിൽ. അപ്പോൾ നമ്മൾ വർക്ക് പീസിൻ്റെ മേലെ ഗിയർ കട്ട് ചെയ്യാൻ, വർക്ക് പീസിൻ്റെ മേലെ ടീത്ത് കട്ട് ചെയ്യാൻ നമ്മൾ ഇതേപോലത്തെ ഗിയർ കട്ടർ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഗിയർ കട്ടിങ് ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അടുത്ത നമ്മുടെ ഹെലിക്കൽ കട്ടിങ്. പേര് കേൾക്കുമ്പോഴേ മനസ്സിലാവും എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഹെലിക്കൽ കട്ടിങ്. എ കട്ടർ ഫോളോസ് എ ഹെലിക്കൽ പാത്ത് ആൻഡ് ദ വർക്ക് പീസ് മൂവ്സ് ആക്സിയലി ഡ്യൂറിങ് കട്ടിങ്. അപ്പോൾ കട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ കട്ടിങ് നടക്കുന്ന സമയത്ത് വർക്ക് പീസ് ആക്സിയലി ആയിരിക്കും മൂവ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ കട്ടർ ഹെലിക്കൽ പാത്ത് ഫോളോ ചെയ്യും. സോ ഇവിടെ കാണുന്ന പോലെ നിങ്ങൾക്ക് ഇതിൻ്റെ ഫിഗർ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ വർക്ക് പീസും നമ്മുടെ കട്ടറാണ്. കട്ടർ ഹെലിക്കൽ പാത്തിലൂടെ മൂവ് ചെയ്യും. അതുപോലെ നമ്മുടെ വർക്ക് ആക്സിയലി മൂവ് ചെയ്യും. അപ്പോൾ അതേപോലെ ഹെലിക്സാണ് നമ്മുടെ അതിൻ്റെ മേലെ വർക്ക് പീസിൻ്റെ മേലെ ഹെലിക്കൽ ഷേപ്പിലായിരിക്കും അവിടെ കട്ടിങ് ആക്ഷൻ നടക്കുന്നുണ്ടായിരിക്കുക. ഒരു ത്രെഡ് കട്ടിങ് ചെയ്യുന്നൊക്കെ ഏകദേശം പോലെ ആയിരിക്കും നമ്മുടെ ഹെലിക്കൽ മില്ലിങ്ങിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് ഹെലിക്കൽ മില്ലിങ്ങും ഗിയർ കട്ടിങ്ങും പ്രൊഫൈൽ മില്ലിങ്ങും സ്ലോട്ട് കട്ടിങ്ങും അല്ലെങ്കിൽ സ്ലോട്ട് മില്ലിങ്ങും. അടുത്ത നമ്മുടെ ടീ സ്ലോട്ട് മില്ലിങ് നമ്മൾ നേരത്തെ പറഞ്ഞു, നേരത്തെ ഫിഗർ കണ്ടിട്ടുണ്ടായിരുന്നു. എ സ്പെഷ്യൽ കട്ടർ ഈസ് യൂസ്ഡ് ടു മെഷീൻ ടീ ഷേപ്ഡ് സ്ലോട്ട്സ് ഇൻ ദ വർക്ക് പീസ്. വർക്ക് പീസിനകത്ത് ടീ സ്ലോട്ട് കട്ട് ചെയ്യേണ്ടത് നമ്മൾ സ്പെഷ്യൽ മില്ലിംഗ് കട്ടറാണ് യൂസ് ചെയ്യുക. കോമൺലി യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് ടീ സ്ലോട്ട്സ് ഓൺ മെഷീൻ ടൂൾ ടേബിൾസ് ഫോർ മെഷീൻ ടൂൾ ടേബിൾ ഫോർ വർക്ക് ഹോൾഡിംഗ് പർപ്പസ്. നമ്മൾ വർക്ക് ഹോൾഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് മെഷീൻ ടൂളിൻ്റെ ടേബിൾസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ടീ സ്ലോട്ട്സ് യൂസ് ചെയ്യാറുണ്ട്. ആ ടീ സ്ലോട്ട്സ് കട്ട് ചെയ്യാൻ നമ്മൾ ഇതേപോലെ ടീ സ്ലോട്ട് മില്ലിംഗ് ആണ് യൂസ് ചെയ്യുക. അടുത്താണ് നമ്മുടെ ത്രെഡ് മില്ലിംഗ്. പേര് കേൾക്കുമ്പോഴേ മനസ്സിലാവും എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്. അതായത് ദ കട്ടർ റൊട്ടേറ്റ്സ് ആൻഡ് മൂവ്സ് ആക്സിയലി വൈൽ കട്ടിങ് എ ത്രെഡ് ഇൻ ടു ദ വർക്ക് പീസ്. നമ്മൾ നേരത്തെ ഹെലിക്കൽ മില്ലിംഗ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വർക്ക് പീസ് ആക്സിയലി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മുടെ കട്ടർ എന്ത് ചെയ്യും, ഹെലിക്കലി മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ മേലെ നമുക്ക് ത്രെഡ് മില്ല് ചെയ്യാൻ പറ്റും. സോ അതും മനസ്സിലായിട്ടുണ്ടായിരിക്കും നമ്മുടെ ഹെലിക്കൽ മില്ലിംഗ്, ത്രെഡ് മില്ലിംഗ്. പിന്നെ വരുന്ന കീ വേ മില്ലിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് കീ വേ മില്ലിംഗ് എന്ന് പറയുമ്പോൾ എ നാരോ കട്ടർ ഈസ് യൂസ്ഡ് ടു മിൽ കീ വേസ് വിച്ച് ആർ സ്ലോട്ട്സ് ഫോർ കീസ് യൂസ്ഡ് ഇൻ മെക്കാനിക്കൽ ട്രാൻസ്മിഷൻ സിസ്റ്റം. അപ്പോൾ നമ്മുടെ ഫ്ലാഞ്ച് കപ്ലിങ്ങിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ടീ സ്ലോട്ട്സ് നമ്മൾ കട്ട് ചെയ്യാറുണ്ട് അല്ലേ. അതായത് ആ ഒരു കീ സ്ലോട്ട്സ് നമ്മൾ കട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് നമ്മുടെ കപ്ലിങ്ങിൻ്റെ ഫിഗറിൽ നമ്മൾ വരച്ച് പഠിച്ചാണ്. നമ്മൾ കീ ഇറക്കി വെക്കാനായിട്ടുള്ള സ്ലോട്ട്സ് നമ്മൾ കട്ട് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ കീ ഇറക്കി വെക്കുമ്പോൾ നമുക്കവിടെ ട്രാൻസ്മിഷനിൽ എന്ത് ചെയ്യാം, നമുക്കതിനെ ലോക്കാക്കിയിട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലത്തെ
കീവേസ് കട്ട് ചെയ്യാൻ നമ്മൾ ഇതേപോലത്തെ കീവേ മില്ലിംഗ് ആണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. പിന്നെ കോമൺ അറിയുന്ന പ്രോസസ്സാണ് ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ മില്ലിംഗ് കട്ടറിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, മില്ലിംഗ് മെഷീൻ ആണെങ്കിൽ ഡ്രില്ലിംഗ് ബിറ്റും ഉപയോഗിച്ചിട്ട് നമുക്ക് അവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നമുക്ക് ഹോൾസൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതേപോലെ കൗണ്ടർ സിങ്ങും കൗണ്ടർ ബോറിങ്ങൊക്കെ നമ്മൾ ഡ്രില്ലിങ്ങിലൊക്കെ പഠിച്ചാണ് മുന്നേ. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും നമ്മൾ ഡ്രില്ലിങ്ങിൻ്റെ ഡ്രില്ല് ചെയ്തപ്പോൾ ഒരു വർക്ക് പീസ് ആണെങ്കിൽ അതിനകത്ത് നമ്മളിപ്പോൾ ഇത്ര ഡ്രില്ല് ചെയ്തിട്ട് നമ്മൾ ഹോൾ ഉണ്ടാക്കി നമുക്ക് വേണമെങ്കിൽ ആ ഹോളിൻ്റെ എൻഡ് ഭാഗം നമുക്ക് വലുതാക്കണം. ഇങ്ങനെ വലുതാക്കണം. അതായത് നമുക്കൊരു ബോൾട്ട് ഇതിനകത്തേക്ക് ഇറക്കി വെക്കാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ബോൾട്ടിൻ്റെ ഹെഡ് മേലെ നിൽക്കണം. സോ നമ്മളിവിടെ ഇത്രയും ഭാഗം നമുക്കും കൂടി അഡീഷണലായിട്ട് കട്ട് ചെയ്യാനുണ്ട്. സോ അങ്ങനെ ചെയ്യുന്ന പ്രോസസ്സാണ് കൗണ്ടർ ബോറിങ്. അതിൽ കൗണ്ടർ സിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, ഓൾറെഡി ഒരു ഹോൾ ഉണ്ടെങ്കിൽ ആ ഹോളിൻ്റെ ഈ സർഫസ് നമ്മൾ ചെരിച്ച് കട്ട് ചെയ്യും. അല്ലെങ്കിൽ ചെരിച്ച് കട്ട് ചെയ്തിട്ട് ഈ ഷേപ്പിലേക്ക് മാറ്റും. ഇതാണ് നമ്മുടെ കൗണ്ടർ സിങ്കിങ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ച കാര്യമാണ്. ഇത്രയും നമുക്ക് മില്ലിംഗ് ഓപ്പറേഷനിൽ വരുന്നത്. അപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനായി ചോദിച്ചിരിക്കുന്നത് ഒരു തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ഗാങ് മില്ലിങ്ങിനെ കുറിച്ചാണ്. 7 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ. അതേപോലെ ഫിഗർ വരയ്ക്കുക, താഴെ പറഞ്ഞിരിക്കുന്ന വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതുക. അപ്പോൾ നിങ്ങൾ ഏത് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റണം. വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും മാർക്ക് നഷ്ടപ്പെടാൻ പാടില്ല. സോ ആ ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് കുറച്ച് ടൈപ്സ് ഓഫ് മില്ലിംഗ് കട്ടേഴ്സിൻ്റെ ഫിഗർ ഇവിടെ സ്ക്രീനിൽ കാണുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ച് നോക്കുക. ജസ്റ്റ് അതിൻ്റെ പേരൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ പേരും അതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഫേസ് മില്ലിംഗ് കട്ടർ എങ്ങനെയാണ്, എൻഡ് മില്ലിംഗ് കട്ടർ എങ്ങനെയാണ്, ഇവിടെ കാണുന്നതായിരിക്കും എൻഡ് മില്ലിംഗ് കട്ടർ. ഓക്കെ, ജസ്റ്റ് ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഓക്കെ, ഫിഗർ നോക്കിയിട്ട് പേരും അതിൻ്റെ ഫിഗറും തമ്മിൽ ഒരു ബന്ധമുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ടൈപ്സ് ഓഫ് മില്ലിംഗ് കട്ടേഴ്സിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ നമുക്ക് വേണമെങ്കിൽ 1 മാർക്കിന് ചോദിക്കാം. ഏതെങ്കിലും 2 മില്ലിംഗ് കട്ടറിൻ്റെ പേര് പറയൂ, അല്ലെങ്കിൽ പേര് എഴുതുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും മില്ലിംഗ് കട്ടറിൻ്റെ പേര് നമുക്ക് എഴുതാൻ പറ്റണം. അപ്പോൾ അതനുസരിച്ച് ജസ്റ്റ് ഒന്ന് പേര് മനസ്സിലാക്കി ഓർത്തൊക്കെ പറ്റുന്ന രീതിയിൽ ഐഡിയയിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഞാൻ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നമുക്ക് മില്ലിംഗ് ഓപ്പറേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പോൾ അതനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷനൊക്കെ നമുക്ക് മില്ലിംഗ് കട്ടറിലും വരുന്നുണ്ടായിരിക്കുക. ജസ്റ്റ് ഒരു 1-2 പേര് ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. സോ നമുക്ക് ആ ഒരു ടോപ്പിക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി പ്രധാനമായിട്ടും വരുന്ന അടുത്തൊരു ടോപ്പിക്ക് ഇൻഡെക്സിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ കട്ടിംഗ് ടൂളിൻ്റെ നോമൻക്ലേച്ചറും ആണ് പഠിക്കാനുള്ളത്. അതുപോലെ നമ്മുടെ ടൂൾ ഹോൾഡിംഗ് ഡിവൈസും വർക്ക് ഹോൾഡിംഗ് ഡിവൈസും, നമ്മുടെ മില്ലിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്ന ടൂൾ ഹോൾഡിംഗ് ഡിവൈസിനെ കുറിച്ചും വർക്ക് ഹോൾഡിംഗ് ഡിവൈസിനെ കുറിച്ചും നമുക്ക് പഠിക്കാനുണ്ട്. സോ നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ടോപ്പിക് കൂടി കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ടോപ്പിക് കൂടി കഴിഞ്ഞാൽ നമ്മുടെ മില്ലിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എല്ലാ ടോപ്പിക്കും കംപ്ലീറ്റ് ആവും. പിന്നെ നമുക്ക് നോക്കാണ്ടായിരിക്കുക ഗ്രൈൻഡിങ് എന്ന് പറയുന്ന പോർഷനാണ്. ഓക്കെ, സോ നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് 2022 നവംബർ 2022 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഏതെങ്കിലും ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും, ഇത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും, ഇത് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസുമാണ്. 3 സെറ്റായിട്ട് 3 കളറായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ മെഷീൻ ടൂൾ ദാറ്റ് റിമൂവ്സ് metal as the work is fed against a rotating multi-point cutter. അല്ലേ, നെയിം ദ മെഷീൻ ടൂൾ ദാറ്റ് റിമൂവ്സ് metal as the work is fed against a rotating multi-point cutter. നമ്മുടെ മില്ലിംഗ് മെഷീൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ശരിക്കും അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു മെഷീൻ ടൂൾ എന്ത് ചെയ്യുന്നുണ്ട്, മെറ്റൽ റിമൂവ് ചെയ്യുന്നു. അതായത് എങ്ങനെ റിമൂവ് ചെയ്യുന്നത്, വർക്ക് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട്, അതായത് റൊട്ടേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൾട്ടി പോയിൻ്റ് കട്ടറിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, വർക്ക് മൂവ് ചെയ്യിക്കുമ്പോഴാണ് അവിടെ കട്ടിങ് ആക്ഷൻ നടക്കുന്നത്. സോ ആ ഒരു മെഷീൻ്റെ പേരെന്താണ്, നമുക്ക് ഈസിയായിട്ട് പറയാൻ പറ്റും, അത് മില്ലിംഗ് മെഷീനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കിൽ പഠിക്കാത്ത ടോപ്പിക്കാണ് ഗ്രൈൻഡിങ് മെഷീൻ. നമുക്ക് അടുത്ത ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്യുക. അതെല്ലാം 3 മാർക്കിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനും നമ്മൾ ഡയറക്റ്റ് ഇൻഡെക്സിങ്ങിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അത് നമുക്കിനി അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. 3 മാർക്കിൻ്റെ അടുത്ത ക്വസ്റ്റ്യനും ഗ്രൈൻഡിങ്ങിൻ്റെ ക്വസ്റ്റ്യനാണ് നമ്മൾ പഠിച്ചിട്ടില്ല. ഇനി 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുക. ഡ്രോ എ നീറ്റ് സ്കെച്ച് ഓഫ് എ ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ ആൻഡ് മാർക്ക് ഓൾ ദ പാർട്സ്. അല്ലേ, അതായത് ഡ്രോ എ നീറ്റ് സ്കെച്ച് ഓഫ് എ ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ ആൻഡ് മാർക്ക് ഓൾ ദ പാർട്സ്.
നമ്മൾ പഠിച്ച് ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ വരയ്ക്കാനായിട്ട് എന്ത് ചെയ്യുക, വരയ്ക്കുക, എല്ലാ പാർട്സും വൃത്തിയിൽ മാർക്ക് ചെയ്യുക. നമുക്ക് 7 മാർക്കാണ് നിസ്സാരമായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബേസ് വരയ്ക്കുക, കോളം വരയ്ക്കുക, പിന്നെ മേലുള്ള നമ്മുടെ ആ ഒരു ബീം വരയ്ക്കുക, താഴേക്ക് ആർബറിൻ്റെ ഭാഗം, അറേഞ്ച് ചെയ്യാനുള്ള ഭാഗം ആർബറും കട്ടിംഗ് ടൂളും അതായത് മില്ലിംഗ് കട്ടറും, താഴെ നമ്മുടെ ആ ഒരു ടേബിളിന് റൈസ് ചെയ്യാനുള്ള സ്ക്രൂവിൻ്റെ ഭാഗം, പിന്നെ അതിൻ്റെ മേലെ നീ, അതിൻ്റെ മേലെ സാഡിൽ, അതിൻ്റെ മേലെ വർക്ക് ടേബിളിൻ്റെ മേലെയായിട്ട് നമ്മുടെ വൈസ്. അത്രയും വരച്ചാൽ നമുക്ക് ഈസി ആയിട്ട് 7 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 7 മാർക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ലിസ്റ്റ് ദ വർക്ക് ആൻഡ് ടൂൾ ഹോൾഡിംഗ് ഡിവൈസസ് യൂസ്ഡ് ഇൻ ദ മില്ലിംഗ് മെഷീനാണ്. മില്ലിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്ന ടൂൾ ഹോൾഡിംഗ് ഡിവൈസുകളുടെയും വർക്ക് ഹോൾഡിംഗ് ഡിവൈസുകളുടെയും പേരുകളാണ് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ അതും 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് മാർക്ക് വാങ്ങാൻ പറ്റിയ ക്വസ്റ്റ്യൻസാണ് ഈ 2 ക്വസ്റ്റ്യൻസ്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ടോപ്പിക് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് പഠിക്കുക. സോ നമുക്ക് എന്ത് അടുത്ത ക്ലാസ്സിൽ പഠിച്ചതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത 2 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അതും നമ്മൾ ഇനി പഠിക്കാനുള്ള ഗ്രൈൻഡിങ്ങിലും അതുപോലെ ഗ്രൈൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന ബാക്കിയുള്ള പ്രോസസ്സിലും വരുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നമുക്ക് അത് അടുത്ത ക്ലാസ്സിലോടുകൂടി നമുക്ക് എന്താകും ആ ഭാഗം കംപ്ലീറ്റ് ആക്കിയാൽ പിന്നെ നമുക്ക് ഈ കാണുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പറയാൻ ഇപ്പോൾ പഠിച്ച് നമ്മൾ ഏകദേശം ഒരു 3/4 മണിക്കൂർ 45 മിനിറ്റ് കൊണ്ട് പഠിച്ച ടോപ്പിക് വെച്ച് നമുക്കിപ്പോൾ 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റി, അല്ല ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റി 1 മാർക്ക് കിട്ടും. പിന്നെ 7 മാർക്കിൻ്റെ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് മൊത്തം ഒരു 8 മാർക്കിൻ്റെ ടോപ്പിക്ക് നമുക്ക് ഏകദേശം ഒറ്റ ക്ലാസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനും പറ്റി. ഓക്കെ, ഇനിയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. നവംബർ 2023 ക്വസ്റ്റ്യനുണ്ട്, 24th ക്വസ്റ്റ്യനുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ അടുത്ത ക്ലാസ്സിൽ ഓരോ ടോപ്പിക്ക് പഠിച്ച ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.